മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ അലീനെ ശരണ്യന്റെ വീട്ടിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ടൗൺ വരെ പോവാണ്. വണ്ടിയിൽ വെച്ച് ബാലചന്ദ്രൻ അലീനയോട് പണ്ട് അവിടെ ചെന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചു. മോളെ, നീ അങ്ങോട്ടേക്കാണല്ലോ പോകുന്നത്, സൂക്ഷിക്കണം കേട്ടോ. പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ അതൊട്ടും പേടിക്കേണ്ട അച്ഛാ, ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവാറുണ്ടല്ലോ എന്ന് അലീന പറഞ്ഞ് ബാലചന്ദ്രനെ സമാധാനിപ്പിച്ചു. എങ്കിലും ബാലേന്ദ്രന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ആ കോളനിയിലുള്ളവർക്ക് എപ്പോഴാണ് ഭ്രാന്തിളകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് അദ്ദേഹം ആകുലപ്പെട്ടു. പക്ഷേ അലീന പറയുന്നുണ്ട്, അതൊക്കെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണച്ചാ, ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പോകുന്ന വഴിക്ക് അലീന അവിടെ ചെന്നിട്ട് ഒന്ന് വിളിക്കാൻ ബാലചന്ദ്രൻ പ്രത്യേകം പറഞ്ഞു. ഇല്ലെങ്കിൽ തനിക്ക് ഷോപ്പിലിരുന്നാലും ഒരു സമാധാനം കിട്ടില്ല എന്ന് അദ്ദേഹം തുറന്നു പറയാണ്. ശരി അച്ഛാ, ഞാൻ അച്ഛനെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അലീന ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി. എന്നിട്ട് നേരെ ശരണ്യയുടെ വീട്ടിലേക്ക് പോവാണ്. അലീന ശരണ്യയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അച്ഛനും അമ്മയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അലീനയെ കണ്ടപ്പോൾ ശരണ്യയുടെ അമ്മക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം അലീന വന്നാലേ ശരണ്യ എന്തെങ്കിലും മിണ്ടോ കഴിക്കോ ഒക്കെ ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ളവരോടൊക്കെ വലിയ അകൽച്ചയിലാണ് അവള്. ആന്റി, ശരണ്യ എവിടെയെന്ന് അലീന ചോദിച്ചപ്പോൾ അവൾ മുറിയിലുണ്ട് എന്നും അലീന വരുന്നത് കാണുമ്പോൾ അവൾക്ക് നല്ല മാറ്റമുണ്ട് എന്നും അമ്മ പറഞ്ഞു. പേടിക്കേണ്ട ആന്റി, അവൾ വൈകാതെ തന്നെ പഴയതുപോലെ നടക്കും. അലീന ധൈര്യം കൊടുത്തു. മോളിലൊരു വലിയ വിശ്വാസമുണ്ട് എന്നും ശരണ്യെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് മോളാണെന്നുമൊക്കെ അമ്മ നന്ദിയോടെ പറഞ്ഞപ്പോൾ, അയ്യോ അതൊന്നും പറയേണ്ട ആന്റി, ഇതൊക്കെ എന്റെ കടമയാണെന്ന് പറഞ്ഞ് അലീന നേരെ അകത്തേക്ക് കയറി. ആ സമയത്ത് തന്നെ ശരണ്യയുടെ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കാണ്. സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് മോളെ നോക്കാൻ വരുന്ന അലീന ദൈവത്തെ പോലെയാണെന്ന് അവർക്ക് തോന്നി. അകത്ത് ചെന്നപ്പോൾ ശരണ്യ പതിവ് പോലെ തന്നെ തളർന്നു കിടക്കാണ്. അലീന ഉടനെ തന്നെ അവളുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്തായത്? എപ്പോഴും ഇങ്ങനെ കിടന്നാ മതിയോ? മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി വന്നേ. അത്രയും പറഞ്ഞ കൂട്ടത്തിന് അവൾ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചു. ശരണ്യക്ക് ആകൊരു മടിപ്പും കാലിനൊരു ഉറപ്പില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അലീന വിട്ടുകൊടുത്തില്ല. അവളെ മുറിക്ക് പുറത്തേക്ക് കൊണ്ടുപോയി. എപ്പോഴും ആ അടച്ചിട്ട മുറിയിലിരുന്നാ ശരിയാവത്തില്ല, കുറച്ച് ശുദ്ധവായൊക്കെ കൊള്ളണമെന്ന് പറഞ്ഞ് അലീന അവളെ നടത്താൻ നോക്കി. ശരണ്യ ആദ്യമൊന്നും മടിച്ചെങ്കിലും അലീനയുടെ നിർബന്ധത്തിന് വഴങ്ങി. ഇത് കണ്ട് ശരണ്യയുടെ അമ്മക്ക് വലിയ സന്തോഷമായിരുന്നു. ആ സമയത്തിന് അയൽപക്കത്തെ ചില സ്ത്രീകൾ അങ്ങോട്ടേക്ക് വന്നു. ആഹാ, ശരണ്യ പുറത്തേക്കൊക്കെ ഇറങ്ങിയോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്കും ശരണ്യയുടെ മുഖം അങ്ങ് വാടി. അലീന ഉടനെ തന്നെ അവളെ ചേർത്ത് പിടിച്ചു. ആളുകൾ ചോദിക്കുന്നതൊന്നും നീ കാര്യമാക്കേണ്ട ശരണ്യ, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല. ആരുടെ മുന്നിൽ തലകുലിക്കേണ്ട കാര്യവുമില്ല. അലീനയുടെ വാക്ക് കേട്ടപ്പോൾ ശരണ്യക്കൊരു ആത്മവിശ്വാസം കിട്ടി. കുറച്ചു സമയം കൂടി അവളോട് സംസാരിച്ച്, ഞാൻ പോയാലും മുറികകത്തിരുന്ന് അച്ഛനോടും അമ്മയോടും സംസാരിക്കണമെന്നൊക്കെ ഉപദേശിച്ചുകൊണ്ട് തന്നെ അലീന അവിടെ നിന്നും ഇറങ്ങി. ഇതേ സമയം ഷോപ്പിൽ ബാലചന്ദ്രനും ഗോവർദ്ധനും തമ്മിൽ സംസാരിക്കാണ്. സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ട് എന്നും അവർ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാണെന്നും ഗോവർദ്ധനൻ പറഞ്ഞു. ബാലചന്ദ്രൻ തന്റെ ക്യാബിനിലേക്ക് പോയപ്പോൾ ഒരു സ്റ്റാഫ് വന്ന് ചോദിക്കുന്നുണ്ട്, സാറേ, മോന് ജാമ്യം കിട്ടുമോ എന്ന്. സാറിനെ പോലെ ഒരാളുടെ മകൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആ ചോദ്യം കേട്ടപ്പോൾ ബാലചന്ദ്രന് വല്ലാത്ത വിഷമം തോന്നി. എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങളെപ്പോലെ ഞാനും ഒരു അച്ഛനാണ്. ഒരു മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. ഓരോരുത്തരും ഓരോന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ കഴിയാതെ ബാലചന്ദ്രൻ ഇങ്ങനെ ഉരുകി നിൽക്കുമായിരുന്നു. ഗോവർദ്ധനൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. സാറില്ല ബാലേട്ട, ആദ്യത്തെ കുറച്ച് ദിവസം എല്ലാവരും ഇങ്ങനെയൊക്കെ ചോദിക്കും, പിന്നെ പിന്നെ അവർ തന്നെ അതങ്ങ് മറന്നോളും എന്നൊക്കെ പറയും. ഇതേ സമയം അലീന ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ മനുശങ്കർ വിളിച്ചു. ശരണ്യയുടെ വീട്ടിൽ പോയിട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ മനുവിന് അത് അത്ര അങ്ങ് പിടിച്ചില്ല. നീ എപ്പോഴും എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത് അലീനെ? മനു ചോദിച്ചപ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് തന്റെ കടമയാണെന്ന് അലീന പറഞ്ഞു. അപ്പോഴാണ് മനു മറ്റൊരു കാര്യം പറഞ്ഞത്. എന്റെ അമ്മ വിചാരിക്കുന്നത് നീ പറഞ്ഞ ശരീരം കേൾക്കുമെന്നാണ്. അതുകൊണ്ട് മൊഴി മാറ്റാൻ വേണ്ടിയിട്ട് അമ്മ നിന്റെ കാല് പിടിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അത് കേട്ട അലീന അങ്ങ് ഞെട്ടിപ്പോയി. അങ്ങനെയൊന്നും എന്നെ കൊണ്ട് പറ്റില്ല മനുവേട്ടാ. ആ കുട്ടി എന്നെ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അതിൽ ഒരു മാറ്റവുമില്ല എന്ന് അലീന തീർത്തും പറഞ്ഞു. മറ്റൊരു വശത്ത് കമലമ്മ വൈജയന്തിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് എത്തി. രോഹിത്തിനെയും ഹരിശങ്കറിനെയും രക്ഷിക്കാൻ ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ശരണ്യ മൊഴി മാറ്റി പറയണം. അതിനായി അലീനയെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന് കമല പറഞ്ഞു. പക്ഷേ വൈജയന്തിക്ക് അത് കേട്ടപ്പോഴങ്ങ് ദേഷ്യം വരികയാണ്. അവളുടെ കാല് പിടിക്കാൻ ഈ ജന്മത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വൈജയന്തി ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ വക്കീൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ചായിരിക്കും കാര്യങ്ങളൊക്കെ എന്നാണ്. വൈജയന്തി ഹോസ്പിറ്റലിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. ആ പിശാജ് അലീന അവിടെ ഉള്ളപ്പോൾ എനിക്ക് ആ വീട്ടിലേക്ക് പോവാൻ താല്പര്യമില്ല എന്ന് അവർ പറഞ്ഞു. അലീനയും ബാലചന്ദ്രനും മറ്റുള്ളവരെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് വൈജയന്തിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. താൻ ഡിവോഴ്സുമായി മുന്നോട്ട് പോകുമെന്നും അലീന അവിടെ നിന്നും പുറത്താക്കുമെന്നൊക്കെ വൈജയന്തി ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യാണ്. അലീനയെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ടത് ഗൗരവത്തോടെ ഉമ്മറത്തിരിക്കുന്ന മനുശങ്കറിനെയാണ്. മനുവിന്റെ മുഖത്ത് വല്ലാത്തൊരു ഭയവും നിരാശയും നിഴലിച്ചിരുന്നു. അലീന അരികിലേക്ക് എത്തിയപ്പോൾ മനു പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, അലീന, നീ ശരിക്കും ആ കുട്ടിയെ മൊഴി മാറ്റാൻ പ്രേരിപ്പിക്കല്ലോ അല്ലേ? എനിക്ക് നിന്നെ വിശ്വാസമാണ്. പക്ഷേ ചുറ്റുമുള്ളവരുടെ സമ്മർദ്ദം എന്നെ പേടിപ്പിക്കുന്നുണ്ട്.
അലീന മനുവിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മനുവേട്ട, ശരണ്യയുടെ കണ്ണിന് മുന്നിൽ എനിക്ക് എന്റെ സുഖമൊന്നും വേണ്ട. തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷ അനുഭവിക്കണം, അത് മനുവേട്ടന്റെ കൂടെയുള്ളവരാണെങ്കിൽ പോലും. ശരി. അലീനയുടെ ആ ഉറച്ച തീരുമാനം മനുവിന് ഒരു ആശ്വാസമായെങ്കിലും വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ സൂചനയായിരുന്നു അത്. പിറ്റേന്ന് രാവിലെ തന്നെ കമലമ്മയും സംഘവും വലിയൊരു പ്ലാനുമായി അലീനയുടെ മുന്നിലെത്തി. മോളെ അലീനെ, നമുക്ക് ഈ കേസൊന്ന് ഒതുക്കി തീർത്തൂടെ? ആ പെൺകുട്ടിക്ക് എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാം. അവളൊന്ന് മൊഴിമാറ്റി പറഞ്ഞാൽ മാത്രം മതി. നീ വിചാരിച്ചാ ഇത് നടക്കും. കമലയുടെ വാക്ക് കേട്ട് അലീനയുടെ ഉള്ളിൽ തീ ആളിപ്പടർന്നു. ആന്റി, പണം കൊണ്ട് തീർക്കാൻ പറ്റുന്നതൊന്നുമില്ല ഒരു പെണ്ണിന്റെ അന്തസ്. ശരണ്യെ ഇനിയും ചതിക്കാൻ എന്നെ കിട്ടില്ല എന്ന് അലീന മുഖത്തടിച്ചതുപോലെ അങ്ങ് പറഞ്ഞു. ഇത് കേട്ട് രോഷാകുലനായ കമല അവിടെ നിന്നും ഇറങ്ങിപ്പോയത് വൈജയന്തിയുടെ അടുത്തേക്കാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന വൈജയന്തി അലീനയെ തകർക്കാൻ പുതിയൊരു അടവ് പുറത്തെടുത്തു. ബാലചന്ദ്രനെ വിളിച്ച് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നും അലീന ആ വീട്ടിലുള്ളിടത്തോളം കാലം തനിക്ക് സമാധാനം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ വൈജയന്തി ഭീഷണിപ്പെടുത്തി. അന്നേരം ബാലചന്ദ്രൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായിരുന്നു. ഒരു വശത്ത് മകന്റെ ജീവിതം, മറുവശത്ത് തന്റെ നിലപാടുകൾ. എന്നാൽ ബാലചന്ദ്രൻ അലീനയുടെ കൂടെ തന്നെ നിന്നു. വൈജയെ, നീ എന്ത് കാട്ടിക്കൂട്ടിയാലും സത്യം അല്ലാതാവില്ല. അലീന ചെയ്യുന്നത് ശരിയാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇതിനിടയിൽ കോടതിയിൽ കേസ് വിളിച്ചു. ശരണ്യെ മൊഴി മാറ്റാൻ പലരും ഭീഷണിപ്പെടുത്തിയെങ്കിലും അലീന അവൾക്ക് തണലായി തന്നെ നിന്നു. കോടതിയിൽ ശരണ്യെ വിറക്കുന്ന ശബ്ദത്തോടുകൂടി തന്നെ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. രോഹിത്തിനെയും ഹരിയെയും കോടതി റിമാൻഡ് ചെയ്തു. ഇത് കേട്ട് വൈജയന്തി ആകെ തളർന്നു വീഴാണ്. അലീനയെ ആ വീട്ടിൽ നിന്നും പുകച്ച് പുറത്തു ചാടിക്കാൻ വേണ്ടിയിട്ട് വൈജയന്തിയും കമലമ്മയും ചേർന്ന് പുതിയൊരു കുതന്ത്രം മെനയുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.